ചെറുകിട സംരംഭകർക്കും IT ഇതര സംരംഭകർക്കും പ്രവർത്തന സൗകര്യം ഒരുക്കുന്ന സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറി മട്ടന്നൂരിൽ പ്രവർത്തനം തുടങ്ങി. കേരളത്തിൽ വികസനത്തിന് ഭൂമി വിട്ടു നൽകാൻ താൽപര്യപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിച്ചെന്ന് പദ്ധതി ഉദ്ഘാടനം ചെയ്ത് മന്ത്രി പി രാജീവ് പറഞ്ഞു. വെള്ളിയാമ്പറമ്പിൽ കിൻഫ്ര വ്യവസായ പാർക്കിലാണ് സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറി പ്രവർത്തനം തുടങ്ങിയത്. കെട്ടിടത്തിൽ ചെറുകിട സംരംഭകർക്കും IT ഇതര സംരംഭകർക്കും എല്ലാ അവശ്യ സൗകര്യങ്ങളും ലഭ്യമാണ്. 36,000 ചതുരശ്ര അടി സ്ഥലമാണ് സംരംഭകർക്ക് അനുവദിക്കുക. ഇതിൽ 25,800 ചതുരശ്ര അടി സ്ഥലം ഇതിനോടകം അനുവദിച്ചു കഴിഞ്ഞു. ബാക്കി സ്ഥലം കൂടി അനുവദിക്കുന്നതോടെ 50 കോടി രൂപയുടെ നിക്ഷേപം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കെട്ടിടം പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നതോടെ 500 പേർക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കും. മട്ടന്നൂരിൽ 25 ഏക്കറിൽ അത്യാധുനിക ഫുഡ് പാർക്ക് സ്ഥാപിക്കുമെന്നും എല്ലാ സൗകര്യങ്ങളുമുള്ള ഹോട്ടൽ സമുച്ചയം സ്ഥാപിക്കാൻ താൽപര്യപത്രം ക്ഷണിക്കുമെന്നും മന്ത്രി പറഞ്ഞു. 1000 എംപ്ലോയികളെ ശരാശരി 3 കോടി ടേണോവറുള്ള സ്ഥാപനങ്ങളാക്കി മാറ്റി. 1000 എംപ്ലോയി 100 കോടി ടേണോവർ പറഞ്ഞാൽ 1 ലക്ഷം കോടി ടേണോവറുള്ള 1000 സ്ഥാപനങ്ങൾ. അപ്പോൾ 215 അതിലേക്ക് വന്നു, അപേക്ഷ അംഗീകരിച്ചു. അവർക്ക് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ 50% ഇൻട്രസ്റ്റ് നമ്മൾ കൊടുത്തു. 2 കോടി വരെ ക്യാപിറ്റൽ മോഡറൈസേഷൻ വേണ്ടി നൽകി. അന്താരാഷ്ട്ര വിമാനത്താവളം വന്നതോടെ കണ്ണൂർ ജില്ലയിലുണ്ടായ വ്യവസായ വളർച്ചയ്ക്ക് കരുത്തേകുന്നതിനായാണ് വെള്ളിയാമ്പറമ്പിൽ കിൻഫ്ര വ്യവസായ പാർക്ക് തുറന്നത്. 2010 സ്ഥലമേറ്റെടുപ്പ് തുടങ്ങിയ പദ്ധതിക്കായി ഇതിനോടകം 175 ഏക്കറോളം ഭൂമി ഏറ്റെടുത്തു കഴിഞ്ഞു. അടിസ്ഥാന സൗകര്യങ്ങളായ റോഡ്, വെള്ളം, വെളിച്ചം തുടങ്ങിയവയ്ക്കായി 18.46 കോടി രൂപയാണ് ഇതിനോടകം ചെലവിട്ടത്. സംരംഭകർക്ക് മുഴുവൻ സമയവും വൈദ്യുതി ലഭിക്കാനായി 15 കോടി രൂപ ചെലവിൽ 110 kV സബ്സ്റ്റേഷനും പൂർത്തിയാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 മട്ടന്നൂർ. ഭ്രമരം മലയാള സിനിമാ ആസ്വാദകരുടെ മനസ്സ് കീഴടക്കിയ സിനിമയാണ്. ഭ്രമരം പുറത്തിറങ്ങി വർഷങ്ങൾ പിന്നിട്ടെങ്കിലും ഇപ്പോഴും ഇഷ്ടയിടമായി തുടരുന്ന ഒരു സ്ഥലമുണ്ട് ഇടുക്കിയിൽ. കാന്തല്ലൂരിലെ ഭ്രമരം പോയിന്റ്. ആ കാഴ്ചകളിലേക്ക്. കാന്തല്ലൂരിലെ മനോഹരമായ മൊട്ടക്കുന്നുകൾ. ഓഫ് റോഡ് ജീപ്പ് സവാരിക്ക് ഏറ്റവും അനുയോജ്യമാണ് ഭ്രമരം പോയിന്റിലേക്കുള്ള ഈ പാത. വിശാലമായ കുന്നിൻ മുകളിൽ ട്രീ ഹൌസ്, വിദൂരതയിലെ ചെങ്കുത്തായ മലമടക്കുകൾ, കാന്തല്ലൂരിന്റെ കാർഷിക കാഴ്ചകൾ, നനുത്ത അന്തരീക്ഷം, അങ്ങനെ ആസ്വദിക്കാൻ ഏറെയുണ്ട് ഭ്രമരം പോയിന്റിൽ. സമീപ മേഖലയുടെ മനോഹര കാഴ്ച ഏറുമാടത്തിൽ കയറിയും ആസ്വദിക്കാം. കുന്നിൻ മുകളിലെ പ്രകൃതി ഭംഗിക്ക് മാറ്റുകൂട്ടുന്ന നിർമ്മിതി. കാന്തല്ലൂരിന്റെ ഗ്രാമീണ കാഴ്ചകൾ ആസ്വദിക്കാനെത്തുന്നവർ ഭ്രമരം പോയിന്റ് കാണാതെ മടങ്ങാറില്ല. മലയാളികളുടെ പ്രിയപ്പെട്ട സിനിമകളിലൊന്നായ ഭ്രമരത്തിന്റെ ലൊക്കേഷൻ ഇപ്പോൾ മറ്റ് നാട്ടുകാർക്കും പ്രിയങ്കരമാണ്. ஸோ இந்த இடம் ஃபுல்லாக அனிமல்ஸ் வர இடமா இருக்குன்னு சொன்னாங்க. நாங்கள் இன்னும் அனிமல்ஸ் எதுவும் பார்க்கல. பட் ஆனால் இங்கே இருக்க மக்கள் அனிமல்ஸோட தான் வாழ்ந்துட்டு இருக்காங்க.